ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ പ്രോഡക്റ്റ്സ്. ഇപ്പം ഞാൻ ബ്രൈറ്റ്സിന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഇപ്പം ഞാൻ നിരത്തി വെച്ചിരിക്കുന്നത്. അതിൽ എനിക്ക് ഞാൻ ഒരുപാട് ഇപ്പം എൻ്റെ തന്നെ 3 കറക്റ്റ് വരുന്നുണ്ട്. അതായത് മാറ്റിൻ്റെയും ഡെർമയുടെയും ഇതിൽ ഏറ്റവും റേറ്റ് വരുന്നത് ഡെർമയുടെയാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ട് കവറേജ് തരുന്നത് ഇവനാണ്. അപ്പം ഭയങ്കര കവറേജാണ് ഗൈസ്. എൻ്റെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് നല്ല കവറേജാണ്. നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. അത്രയും നല്ല കവറേജ് തരുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഇടാം. ഇതിന് എനിക്ക് നല്ല കവറേജ് തന്നിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്തൊരു കൺസീലറിൽ എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് തോന്നിയിരിക്കുന്നത് ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യണ മേക്കപ്പ് ചെയ്യണ ബ്രൈഡിന് ഓപ്പൺ പോർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നന്നായിരിക്കും കേട്ടോ. അവർക്ക് ഈ പ്രൈമർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ പോർട്സ് ഒക്കെ പോയിട്ട് നല്ലൊരു കവറേജ് നിങ്ങൾക്ക് തരും. പിന്നെ മാക്കിൻ്റെ ഈ ഒരു ലിക്വിഡ് ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിത് പേഴ്സണലി വലിയ ഇഷ്ടമായിട്ടില്ല. പിന്നെ ഗ്ലോ മേക്കപ്പിന് കുഴപ്പമില്ല, ആവറേജ് റേറ്റ് ഞാൻ ഇതിന് കൊടുക്കും. ഇവൻ അടിപൊളിയാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഫെയർ ടു മീഡിയം ഫെയറിനാണ് നന്നായി പോവുക. കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ആകുമ്പോൾ ഇത് പറ്റില്ല. ഒരു ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡായിരിക്കും നന്നാവുക. പിന്നെ ഞാൻ ഗുച്ചിനെ പറ്റിയിട്ട് ഞാൻ ഇന്നത്തെ പറഞ്ഞു. ഗ്ലോ മേക്കപ്പിന് ഗുച്ചി അടിപൊളിയാണ്. പിന്നെ എസ്റ്റേ ലോഡറിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ഇത് നല്ല റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറുതേ മേടിച്ചിട്ടുള്ളൂ. പക്ഷേ ക്ലിയർ സ്കിൻ, അതായത് ഫെയർ സ്കിന്നിൽ തന്നെ ക്ലിയർ സ്കിന്നുകാർക്ക് ഇവ മാത്രം മതി. കിടിഞ്ഞ റിസൾട്ടാണ്. പിന്നെ നാസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, നാസ് ഹുദ ബ്യൂട്ടി ഇവനാണ് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. ഇത് മാത്രമാണ് യൂസ് ചെയ്തത്. നല്ല രീതിയിൽ കവറേജ് കിട്ടുകയും ചെയ്തു. നല്ല രീതിയിൽ എനിക്കിത് ഞാൻ പറഞ്ഞത് പഞ്ചാബ് മീഡിയം മണ്ണാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഒക്കെ നെയിം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല. ഇതൊക്കെ പുതിയ പ്രൊഡക്റ്റാണ്. ഇതൊക്കെ പുതിയ പ്രൊഡക്റ്റാണ്. പണ്ടത്തെ നാസൊന്നും ഈ ഒരു ടൈപ്പല്ല, വേറെ ടൈപ്പിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഹുദയുടെ 2 കളറ് ഞാൻ എപ്പോഴും ഒരു ഫെയറും ഒരു മീഡിയം ഫെയർ അല്ലെങ്കിൽ അതിന് ഡാർക്ക് മാത്രമേ വാങ്ങുള്ളൂ. എല്ലാ ടൈപ്പൊന്നും ഞാൻ വാങ്ങില്ല. പിന്നെ മാക്കിൻ്റെ 2 ഫൗണ്ടേഷൻ വാങ്ങിയിട്ട് ഇത് മീഡിയം ഫെയറും പിന്നെ ഒരു ഡാർക്കും ആണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ നമുക്ക് അതായത് ഇപ്പോൾ ഒരു സിമ്പിളല്ല അഫോർഡബിൾ പ്രൈസിലൊക്കെ ഒരാൾ എൻ്റെ അടുത്ത് മേക്കപ്പ് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ 4 hour കൊടുക്കും. ഇപ്പോൾ നാസ് ഹുദയൊക്കെ വയ്ക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിരിക്കും. അപ്പോൾ 4 hourൻ്റെ ഇവന് ഞാൻ കൊടുക്കാറുണ്ട്. 4 hour നല്ലത്. പിന്നെ PACയുടെ ഈ ഒരു ലിപ് ലൈനറിൻ്റെ ബോക്സ് ഇതിലാകുമ്പോൾ എല്ലാ കളറും ഉണ്ട്. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ എൻ്റെ കയ്യിൽ വേറെയും ഉണ്ട് ലിപ് ലൈനർ. പക്ഷെ ഇതെനിക്ക് ഒന്നുകൂടെ ഇഷ്ടമാണ്. പേഴ്സണലി എനിക്കിഷ്ടമാണ്. പിന്നെ ഐഷാഡോൻ്റെ കേസിൽ വരുമ്പോൾ ഇവരൊക്കെ ഭയങ്കര നൈസാണ് കേട്ടോ. എന്താ പറയാൻ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തന്നാലൊന്നും അറിയില്ല. അത്രയും നൈസാണ്. യൂസ് ചെയ്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു ലേറ്റ് ഇല്ലാത്തത് നിങ്ങൾക്ക് അറിയാത്തതാണ്. പിന്നെ മാക്കിൻ്റെ കോമ്പാക്ട് പൗഡർ അടിപൊളിയാണ്, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ കോമ്പാക്ട് പൗഡർ കൂടുതൽ യൂസ് ചെയ്യാറില്ല. കോമ്പാക്ട് പൗഡർ എല്ലാ കളറും ഉണ്ട്, മീഡിയം ടു ഫെയർ ഡാർക്ക് എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം സെറ്റിംഗ് സ്പ്രേ ഇതാണ്. പിന്നെ പ്രൈമർ ആണെങ്കിലും മാക്കിൻ്റെ ഞാൻ ഈ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യാറ്. ഈ പ്രൈമർ നമ്മുടെ അറിയാലോ ഗ്ലോ മേക്കപ്പിന് നമ്മളെല്ലാം ലിക്വിഡ് ടൈപ്പ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ അങ്ങനെ വാങ്ങിയത് ഞാൻ ഫൗണ്ടേഷനിലൊക്കെ മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്നും ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇത് ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത്. എംബ്രോയിലൈസിൻ്റെ മോയ്സ്ചറൈസർ ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ ബെസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൽഫ് മേക്കപ്പിൽ യൂസ് ചെയ്യുക. ഇച്ചിരി റേറ്റ് കൂടുതലാണെങ്കിലും ഇടിലെ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഇച്ചിരി കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പ്രൊഡക്റ്റിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്നും ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണെന്നുള്ളത് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തു തരാം. ഓക്കെ, എൻ്റെ കുഞ്ഞു അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരാം. നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞുതരാൻ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ മിസ്റ്റേക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എനിക്ക് തിരുത്തി പറഞ്ഞു തരാം. അതെനിക്കും കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.